കാർഷിക വിളകളുടെ വിലയിടിവും പ്രകൃതിക്ഷോഭവും മൂലം കർഷകർ ദുരിതം അനുഭവിക്കുമ്പോൾ കർണാടക വനത്തിൽ നിന്നും ആന കാടിറങ്ങി കൃഷിസ്ഥലത്തെത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്നു. ഇക്കഴിഞ്ഞ ദിവസം തറയിൽ തോമസിന്റെ കൃഷിയിടത്തിൽ ആന നിരവധി കമുകുകളും തെങ്ങുകളും പിഴുതു നശിപ്പിക്കുകയും നാശനഷ്ടം വരുത്തുകയും ഉണ്ടായി. അതിർവഴിയുള്ള ഫെൻസിംഗ് തകർത്താണ് ആന പറമ്പിലേക്ക് കയറിയത്. തറയിൽ തോമസിന്റെ പറമ്പിലെ നാശനഷ്ടം കൂടാതെ തറയിൽ ഷാജിയുടെ പറമ്പിലും ആന നാശനഷ്ടം വരുത്തി കൃഷികൾ നശിപ്പിച്ചു. ഇതേ സ്ഥലത്തൂടെ തന്നെ ആന ഇറങ്ങിയിട്ട് ഇതൊന്ന് ക്ലിയറാക്കി വെച്ചതേ ഉള്ളൂ. അതായത് ഇവിടുന്ന് ആ കാണുന്ന രണ്ടാമത്തെ പോസ്റ്റ് വളച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയത്. അത് വളഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ആന ഇറങ്ങിയതിൻ്റെ പ്രധാന ഈ വളഞ്ഞു നിൽക്കുന്ന ഈ ഒരു പോസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം അതിലേ ഇറങ്ങിയത്. ഇപ്രാവശ്യം ആന അവിടുന്ന് മൂന്നാമത്തെ പോസ്റ്റിങ് വന്നിട്ട് ഇവിടെ വന്നിറങ്ങിയത് ഭയങ്കര ഒരു ദുഷ്കരമായ ഒരു സംഭവം. ഇത് ആൾക്കാർക്ക് പണിക്ക് പോകാനൊന്നും പറ്റത്തില്ല. ഇതിപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഇവിടെ ഒരു 7:30 ആയപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് രാവിലെ. കാരണം നമുക്കിവിടെ വെയിലും വെട്ടാതെ ഇങ്ങോട്ട് വരത്തില്ല. ഇന്നലെ രാത്രി മുഴുവൻ സമയം ആന ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് കുറച്ച് ഫോട്ടോസുകൾ എടുത്തിട്ടുണ്ട്. തറയിൽ തോമസ്, തറയിൽ ഷാജി ഇവരുടെ പറമ്പിലാണ് ഇറങ്ങിയേക്കുന്നത്. നല്ല രീതിയിൽ നാശം പതിച്ചിട്ടുണ്ട്. തെങ്ങിന് എല്ലാം കുത്തി തൊലി കളഞ്ഞിട്ടുണ്ട്. കവുങ്ങ് കുറേ എണ്ണം പറിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി തറയിലെ ഷാജിയുടെ പറമ്പിൽ ആന ഇറങ്ങി കാണിച്ച പരാക്രമമാണ് കാട്ടാന. അല്ലാതെ കവുങ്ങൊക്കെ പൊട്ടിച്ച് തെങ്ങിൻ്റെയൊക്കെ തൊലിയൊക്കെ കുത്തി നശിപ്പിച്ച് ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേക്കുന്നത്. ഇന്നലെ രാത്രി തറയെ തോമസിൻ്റെ പറമ്പിൽ കാണിച്ച പരാക്രമമാണിത്. ഉള്ള കവുങ്ങുകളെല്ലാം പരമായി നശിപ്പിച്ചിട്ടുണ്ട്. കർണാടക ഫോറസ്റ്റിൽ നിന്ന് ആന ഇറങ്ങി തറയിൽ തോമസിൻ്റെ പറമ്പിലേക്ക് വന്ന വഴിയാണിത്. ഇവിടുത്തെ ഫെൻസിങ് ചവിട്ടി നശിപ്പിച്ചിട്ടാണ്. ഫെൻസിങ്ങിൽ കറണ്ട് ഇല്ല, എന്തോ അപായം പറ്റി ഫെൻസിങ് പോയതാണ്. ഇവിടെ 2 വഴിക്കായിട്ട് ഇങ്ങനെ ഇറങ്ങിയ പാട് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഈ വർഷം ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഈ മഴ തീർന്നതിന് ശേഷം ലാസ്റ്റ് ആയപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ 2 തവണയായി ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നത്. 2 മാസം മുമ്പ് ഇതേ ഫെൻസിങ് വേലിയുടെ ഇതേ സ്ഥലത്തൂടെ തന്നെ ആന ഇറങ്ങിയിട്ട് ഇതൊന്ന് ക്ലിയറാക്കി വെച്ചതേ ഉള്ളൂ. അതായത് ഇവിടുന്ന് ആ കാണുന്ന 2ാമത്തെ പോസ്റ്റ് വളച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയത്. അത് വളഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ആന ഇറങ്ങിയതിൻ്റെ പ്രധാന ഈ വളഞ്ഞു നിൽക്കുന്ന ഈ ഒരു പോസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം അതിലേ ഇറങ്ങിയത്. ഇപ്രാവശ്യം ആന അവിടുന്ന് മൂന്നാമത്തെ പോസ്റ്റിങ് വന്നിട്ട് ഇവിടെ വന്നിറങ്ങിയത് ഭയങ്കര ഒരു ദുഷ്കരമായ ഒരു സംഭവം. ഇത് ആൾക്കാർക്ക് പണിക്ക് പോകാനൊന്നും പറ്റത്തില്ല. ഇതിപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഇവിടെ ഒരു 7:30 ആയപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് രാവിലെ. കാരണം നമുക്കിവിടെ വെയിലും വെട്ടാതെ ഇങ്ങോട്ട് വരത്തില്ല. ഇന്നലെ രാത്രി മുഴുവൻ സമയം ആന ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് കുറച്ച് ഫോട്ടോസുകൾ എടുത്തിട്ടുണ്ട്. തറയിൽ തോമസ്, തറയിൽ ഷാജി ഇവരുടെ പറമ്പിലാണ് ഇറങ്ങിയേക്കുന്നത്. നല്ല രീതിയിൽ നാശം പതിച്ചിട്ടുണ്ട്. തെങ്ങിന് എല്ലാം കുത്തി തൊലി കളഞ്ഞിട്ടുണ്ട്. കവുങ്ങ് കുറേ എണ്ണം പറിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി തറയിലെ ഷാജിയുടെ പറമ്പിൽ ആന ഇറങ്ങി കാണിച്ച പരാക്രമമാണ് കാട്ടാന. അല്ലാതെ കവുങ്ങൊക്കെ പൊട്ടിച്ച് തെങ്ങിൻ്റെയൊക്കെ തൊലിയൊക്കെ കുത്തി നശിപ്പിച്ച് ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേക്കുന്നത്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 920 777 5777.